ഹലോ ആൻഡ് വെൽക്കം ടു പൊതുജനം കഴുതയല്ല സാർ. ഞാൻ ബി ദിലീപ് കുമാർ. ജനകീയ വിഷയങ്ങൾ നിറഞ്ഞ വാർത്താ പരിപാടിയിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. പൊതുജനം കഴുതയല്ല സാർ. പൊതുജനം കഴുതയല്ല സാർ. പൊതുജനം കഴുതയല്ല സാർ ഇന്ന് ആദ്യം പോകുന്നത് കോട്ടയത്ത് നിന്ന് വന്ന ഒരു വാർത്തയിലേക്കാണ്. ഒരു യുവതിയെ 10 മണിക്കൂർ ക്രൂരമായ ആഭിചാരക്രിയയ്ക്ക് വിധേയമാക്കിയെന്നത് ഇന്ന് നമ്മയെല്ലാം ഞെട്ടിപ്പിച്ച ഒരു വാർത്തയാണ്. ഈ സംഭവത്തിൽ 3 പേർ പോലീസ് പിടിയിലായിട്ടുണ്ട്. സമ്പൂർണ്ണ സാക്ഷരത, ഉയർന്ന വിദ്യാഭ്യാസം, ഉന്നത ചിന്ത എന്നൊക്കെ നാഴികയ്ക്ക് 40 വട്ടം പറയുന്ന നാട്ടിലാണ് ഇത്തരം സംഭവങ്ങളും അരങ്ങേറുന്നത്. ഈ ക്രൂരത ആവർത്തിക്കുമ്പോഴും അന്ധവിശ്വാസങ്ങൾ തടയാനുള്ള നിയമനിർമ്മാണം ഇപ്പോഴും അടച്ചുപൂട്ടി വെച്ചിരിക്കുകയാണ് സർക്കാർ. പ്രണയത്തിനു പിന്നാലെ ഒന്നിച്ചു താമസിക്കുകയായിരുന്നു കോട്ടയം തിരുവഞ്ചൂരിലെ അഖിലും ഭാര്യയും. യുവതിയുടെ ശരീരത്തിൽ ബന്ധുക്കളുടെ ദുരാത്മാവ് കൂടിയെന്നാരോപിച്ചത് അഖിലിന്റെ മാതാവാണ്. ഇതോടെ മന്ത്രവാദിയെ കൊണ്ടുവന്ന ആഭിചാരക്രിയ നടത്തുകയായിരുന്നു. രാവിലെ 11 തുടങ്ങി രാത്രി 9 വരെ നീണ്ടു ആഭിചാരം. യുവതിക്ക് ബലമായി മദ്യം നൽകി, ബീഡി വലിപ്പിച്ചു, ഭസ്മം കഴിപ്പിച്ചു, ശരീരത്തിൽ പൊള്ളലുമേൽപ്പിച്ചു. ആ ക്രൂരത യുവതി തന്നെ വിവരിക്കുന്നു. രാവിലെ 11 മണിക്ക് തുടങ്ങിയ പൂജ 10 മണിയായപ്പോഴാണ് തീർന്നത്. അവര് പറഞ്ഞ എന്റെ ബീഡി വലിച്ചതിന്റെ പാട് നെറ്റിയെ വന്നത്, തലേ വന്ന്. ഞാൻ എന്റെ മദ്യം കണ്ട് ചോദിച്ച് അതെനിക്ക് അവര് തന്നായിരുന്നു. അവരുടെ അമ്മയും അച്ഛനുമാണ് ഇതിനെല്ലാത്തിനും കാരണം. മാനസിക നിലയിലെ വ്യത്യാസം ശ്രദ്ധിച്ച യുവതിയുടെ പിതാവാണ് പോലീസിൽ പരാതിപ്പെട്ടത്. യുവതി നേരിട്ടത് കൊടും ക്രൂരതയെന്ന് നാട്ടുകാരും പറയുന്നു. ആ മന്ത്രവാദിയാണ് ഇങ്ങനെ ഒരു ബാധ കൂടിയിട്ടുണ്ടെന്നും ഈ ബാധ ഒഴിപ്പിച്ച് കളഞ്ഞെങ്കിൽ ഈ കുടുംബം ഇങ്ങനെ വലിയ വിഷയത്തിലോട്ട് പോകുമെന്നൊക്കെ പറഞ്ഞാൽ മന്ത്രവാദിയാണ് ഇവരെ സത്യത്തിൽ കുരുക്കിയത്. അത് ഇന്നതിനൊരു കാര്യങ്ങൾ ചെയ്യണം, ഇന്നതുപോലെയൊക്കെ ചെയ്യണം, എങ്കിലേ ഈ ബാധ ഒഴിഞ്ഞു പോകുള്ളൂ, അങ്ങനെന്തെങ്കിലും നടക്കുകയുള്ളൂ. അങ്ങനെയാണ് ഇത്തരം ഒരു കേസിന്റെ ഇതിലേക്കിട്ട് പോകുന്നത്. മന്ത്രവാദത്തിന്റെയും ആഭിചാരത്തിന്റെയും പേരിൽ പരിഷ്കൃത സമൂഹത്തെ പിന്നോട്ടടിക്കുന്ന എത്ര സംഭവങ്ങൾക്കാണ് നാം സാക്ഷ്യം വഹിക്കുന്നത്. 2022 ഒക്ടോബർ 11 കേരളത്തെ നടുക്കിയ ഇലന്തൂർ നരബലി. സാമ്പത്തിക അഭിവൃദ്ധിക്ക് സ്ത്രീകളെ കൊന്ന് ശരീരഭാഗങ്ങൾ ഭക്ഷിച്ചാൽ മതിയെന്ന ഷാഫി എന്നയാളുടെ ഉപദേശം കേട്ടാണ് നരബലിക്ക് ആസൂത്രണം തുടങ്ങിയത്. കൊലപ്പെടുത്തിയത് 2 സ്ത്രീകളെ. മന്ത്രവാദവും ആഭിചാരവും നടത്തി കരുനാഗപ്പള്ളി സ്വദേശിനിയായ തുഷാര എന്ന യുവതിയെ പൂയപ്പള്ളി ചെങ്കുളത്ത് ഭർത്താവും ഭർത്തൃമാതാവും പട്ടിണിക്കിട്ടു കൊന്നത് 2019 മന്ത്രവാദ ചടങ്ങിൽ പങ്കെടുക്കാൻ വിസമ്മതിച്ചതിന് കൊല്ലം ചടയമംഗലം വൈക്കലിൽ ഭർത്താവ് സജീർ തിളച്ച മീൻകറിയൊഴിച്ച് 36-കാരിയായ ഭാര്യയുടെ മുഖത്തും കഴുത്തിലും പൊള്ളിച്ചത് സമീപ ദിവസങ്ങളിലാണ്. ഇത്തരം ക്രൂരതകൾക്ക് അറുതി വേണമെന്ന കാര്യത്തിൽ ജനങ്ങൾക്കും സംശയമില്ല. ഞെട്ടൽ ഉളവാക്കിയ സംഗതികളാണ് നമ്മൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ നാട്ടിൽ. ഇതിനെ നമ്മൾ ശക്തമായിട്ട് എതിർക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. ഈ ചന്ദ്രനിൽ വരെ ആൾക്കാർ ജലം ഉണ്ടെന്ന് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ കാലഘട്ടത്തിലും ആ ഒരു 24 വയസ്സുള്ള ഒരു കൊച്ചു പയ്യനാണ് ഇതിന് സപ്പോർട്ട് ചെയ്തെന്ന് കേൾക്കുമ്പോഴാണ് നമുക്കതിൻ്റെ ഏറ്റവും ഭീകരാവസ്ഥകൾ മനസ്സിലാകുന്നത്. ഇത് വളരെ ഗൗരവമുള്ളൊരു വിഷയം തന്നെയാണ്. ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്നവരാണ് ആ കുട്ടികൾ, 2 പേരും ചെറുപ്പക്കാരാണ്. അപ്പം ഇതുപോലുള്ളൊരു ഈ യുഗത്തിൽ ജീവിക്കുന്നത് ഏത് യുഗത്തിലാണ് ജീവിക്കുന്നതാണ് പ്രശ്നം. അന്ധവിശ്വാസത്തിന്റെ മറവിൽ കൊടും ക്രൂരതകൾ അരങ്ങേറുമ്പോഴൊക്കെ ഉയരുന്ന ചോദ്യം അന്ധവിശ്വാസം തടയാനുള്ള കേരള സർക്കാരിന്റെ നിയമനിർമ്മാണത്തെക്കുറിച്ചാണ്. ചൊവ്വാഴ്ച ഈ വിഷയത്തിൽ സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ നിലപാട് അറിയിക്കാനിരിക്കുകയാണ്. പക്ഷേ ഇത്തരം നിയമനിർമ്മാണത്തോട് എതിർപ്പുയർത്തുന്നവരും ഇന്നാട്ടിലുണ്ട്. അഖില കേരള ജ്യോതിശാസ്ത്ര മണ്ഡലത്തിന്റെ എതിർപ്പ് നിർദ്ദിഷ്ട നിയമം ഹിന്ദു വിശ്വാസങ്ങളെ തകർക്കാനാണ് എന്നതാണ്. കേസിനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞു കഴിഞ്ഞാൽ അത് ജ്യോതിഷ സംഘടനകൾ അതിനെക്കുറിച്ച് കൂടിയാലോചനകളൊക്കെ നടത്തി അതിൽ കോടതിയെ ബോധ്യപ്പെടുത്തേണ്ട കാര്യങ്ങൾ കോടതിയെ ബോധ്യപ്പെടുത്താനും അതിൽ കക്ഷി ചേരേണ്ടതാണെങ്കിൽ കക്ഷി ചേരാനും അതുപോലെ തന്നെ സർക്കാരിനെ ബോധ്യപ്പെടുത്താനും ഒക്കെയുള്ള കാര്യങ്ങൾ അതിനെക്കുറിച്ചാണ് ഇനി ചിന്തിക്കാൻ വേണ്ടി പോകുന്നത്. ആവശ്യമുണ്ടെന്ന സന്ദർഭങ്ങളിൽ കോടതിയെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും പരിശ്രമിക്കും. അന്ധവിശ്വാസ നിരോധന നിയമത്തിനുള്ള പ്രതിബന്ധം മതസ്വാതന്ത്ര്യത്തെയും ആരാധനാ സ്വാതന്ത്ര്യത്തെയും ഏതെല്ലാം മാനദണ്ഡങ്ങൾ വെച്ച് നിർവചിക്കുമെന്നാണ്. 2013 മഹാരാഷ്ട്രയും 2017
കർണാടകയും അന്ധവിശ്വാസ നിരോധന നിയമം കൊണ്ടുവന്നിരുന്നു. എന്നിട്ടും പ്രബുദ്ധരെ നൂറ്റം കൊള്ളുന്ന കേരളത്തിൽ അന്ധവിശ്വാസത്തിന്റെ മറവിലുള്ള ക്രൂരത നിർബാധം തുടരുന്നു. ഇരകളാകുന്നത് നിസ്സഹായരായ സ്ത്രീകളും. അരുത് അന്ധവിശ്വാസം, അരുത് ക്രൂരത. പൊതുജനം കഴുതയല്ല സാർ. നിരവധി പ്രേക്ഷകർ ഈ വാർത്തയോട് പ്രതികരിക്കുന്നുണ്ട്. നിതിൻ മാരാർ ചോദിക്കുന്നു, എന്തോന്നടേ ഈ കാലത്തും ഇതുപോലെ ഓരോന്ന് എന്ന കാര്യം. മിനിബാബു പറയുന്നു, ഈ കൊച്ചു സുന്ദര കേരളത്തിൽ ഇത് എത്രാമത്തെ സംഭവമാണ് ഇത്തരം അന്ധവിശ്വാസങ്ങൾ മൂലം നടക്കുന്നത്. ഇതിലേതായാലും മരണം സംഭവിച്ചിട്ടില്ല എന്ന കാര്യം. സജി വി ജി പറയുന്നു, ഈ മന്ത്രവാദിയെ മരണം വരെ ജയിലിൽ ഇടണമെന്ന്. എബ്രഹാം തോമസ് പറയുന്നു, ഇതിപ്പോൾ ചെകുത്താൻ്റെ സ്വന്തം നാടായി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്ന കാര്യം. വസന്തകുമാർ പറയുന്നു, ആ കുട്ടിയുടെ ജീവൻ തിരിച്ചു കിട്ടിയത് ഭാഗ്യമെന്ന്. ഇങ്ങനെ നിരവധി പ്രതികരണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. രഘുനന്ദൻ പറയുന്നു, ഒരു കൂട്ടം ആളുകളുടെ വിവരമില്ലായ്മയാണ് ഇത്തരം ഈ അന്ധവിശ്വാസങ്ങളൊക്കെ പ്രചരിക്കുന്നതിന് കാരണമെന്ന്. ആ നിലയിൽ നിരവധി പ്രേക്ഷകരാണ് 24-ൻ്റെ കമൻറ്റ് ബോക്സുകളിലേക്ക് പ്രതികരണങ്ങൾ അയച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി മറ്റൊരു വാർത്തയിലേക്കാണ്. തിരുവനന്തപുരം മെട്രോ വെറും ഇലക്ഷൻ സ്റ്റണ്ടാണോ അതോ ആത്മാർത്ഥമായ പ്രഖ്യാപനമാണോ എന്ന ചർച്ച തുടങ്ങിക്കഴിഞ്ഞു. തിരുവനന്തപുരം മെട്രോയ്ക്ക് ഇന്നലെയാണ് മുഖ്യമന്ത്രി അംഗീകാരം നൽകിയത്. തിരുവനന്തപുരത്ത് നിന്ന് ഷഫീദ് റാവുത്തർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. തലസ്ഥാനമായ തിരുവനന്തപുരം മെട്രോ സ്വപ്നങ്ങൾ കണ്ടു തുടങ്ങിയത് 14 വർഷം മുമ്പാണ്. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നാറ്റ്പാക്കിന്റെ പഠനത്തിൽ ശുപാർശ തലസ്ഥാനത്ത് ഒറ്റപ്പാള വണ്ടി അഥവാ മോണോ റെയിൽ വേണമെന്നായിരുന്നു. ബാലരാമപുരത്ത് തുടങ്ങി തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ വഴി ടെക്നോ പാർക്കിലേക്കായിരുന്നു മോണോ റെയിൽ ഓടേണ്ടിയിരുന്നത്. 3 വർഷമായിരുന്നു നിർമ്മാണ കാലാവധി നിശ്ചയിച്ചത്. തിരുവനന്തപുരത്തിന് പുറമെ കോഴിക്കോട്ടും അന്ന് മോണോ റെയിലിന് പദ്ധതിയിട്ടു. 2 പദ്ധതിക്കും കൂടി ബൊമ്പാഡിയർ എന്ന കമ്പനി സമർപ്പിച്ചത് 10,392 കോടി രൂപ. 1 കിലോമീറ്ററിന് ചെലവ് 288 കോടി രൂപ. ട്രെയിൻ ഓടാൻ ഒറ്റപ്പാളം മതിയെങ്കിലും ഇത്രയും വലിയ തുക കേരളത്തിന്റെ സമ്പദ്ഘടനയുടെ പാളം തെറ്റിക്കുമെന്ന് ഉറപ്പായതോടെ സർക്കാർ പിന്മാറി. മോണോ റെയിലിന് അകാല ചരമം. പിന്നീട് ലൈറ്റ് മെട്രോയുടെ വരവായി. മോണോ റെയിൽ കൺസൾട്ടന്റ് ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷനായിരുന്നു. അവരുടെ പഠനമാണ് ലൈറ്റ് മെട്രോയ്ക്ക് പച്ചക്കൊടി കാട്ടിയത്. ലൈറ്റ് മെട്രോയിലും പിന്നീട് തുടർ നടപടി ഉണ്ടായില്ല. വീണ്ടും പഠനം നടത്തി. ഒടുവിൽ ലൈറ്റ് മെട്രോയല്ല കൊച്ചിയിലേതുപോലെ മീഡിയോ മെട്രോയാണ് നഗരത്തിന് യോജിച്ചതെന്ന് കണ്ടെത്തി. ഏതായാലും മെട്രോയെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് തലസ്ഥാനവാസികൾ. ഇത്രയും ടൈം ഡിലേ ഒന്നും വരത്തില്ലല്ലോ. പിന്നെ ഈ ക്രഷ് ഒക്കെ ഒന്ന് ഒഴിവാവും. ഉടനെ അത് വരണം എന്നുള്ളൊരു ആഗ്രഹമാണ്. മെട്രോ വന്നു കഴിഞ്ഞാൽ നല്ലതാണ്. ഇവിടെ വേണമെന്ന് അതാണ് എൻ്റെ അഭിപ്രായം. ഇഷ്ടമാണ് വരുന്നതല്ല. പിന്നെ എല്ലാവർക്കും പോകാനും വരാനും എളുപ്പമുണ്ടല്ലോ. നല്ലതല്ലേ, നല്ല കാര്യങ്ങളാണ് അതൊക്കെ. ഇങ്ങനെയൊക്കെ ഒരു കാര്യം പറഞ്ഞാൽ ഏറ്റവും നല്ല കാര്യങ്ങളല്ലേ, നമുക്ക് അംഗീകരിക്കാനുള്ള ഒരു ഇതുണ്ടല്ലോ. ഹൈവേ അല്ലേ, നല്ല കാര്യം നടക്കും. വികസനം വരുന്നത് തീർക്കാൻ പറ്റില്ലല്ലോ. അത് എല്ലാവരും നല്ല കൊള്ളാമെങ്കിൽ സപ്പോർട്ട് ചെയ്യാം. അത് പലർക്കും ഉപകാരപ്പെടില്ലേ. സന്തോഷം തോന്നി. തിരുവനന്തപുരം മെട്രോയുടെ അലൈൻമെന്റിനെ ചൊല്ലിയും ഇതിനിടെ തർക്കമുണ്ടായി. ഒടുവിൽ തർക്കം പരിഹരിച്ചാണ് അലൈൻമെന്റിന് അംഗീകാരമായത്. ഇപ്പോ ഞങ്ങൾ നേരത്തെ ഒരു DPR പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ DPRകളിലെ ഇപ്പോൾ കുറച്ചുകൾ മാറ്റം കൊണ്ടുവരണം. കാരണം ഇതിൽ അലൈൻമെന്റിലെ ചെറിയ മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഞങ്ങളിപ്പോൾ പെട്ടെന്ന് പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് DMRCക്ക്, ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻക്ക് നമുക്ക് ഒരു റിക്വസ്റ്റ് ചെയ്യണം. ഞാൻ ഡൽഹിയിലുള്ള സമയത്ത് ഞാൻ DMRCയുടെ ചീഫൊക്കെ കണ്ടായിരുന്നു. ഞങ്ങൾ ആ റിപ്പോർട്ട്, ഡീറ്റെയിൽഡ് പ്രൊജക്ട് റിപ്പോർട്ട് ഈ മാറ്റങ്ങൾ സഹിതം നമുക്ക് സ്റ്റേറ്റ് ഗവൺമെന്റിലേക്ക് ഞങ്ങൾ സമർപ്പിക്കും. സ്റ്റേറ്റ് ക്യാബിനറ്റിന്റെ അപ്രൂവൽ കിട്ടിയ ശേഷം സെൻട്രൽ ക്യാബിനറ്റിന്റെ അപ്രൂവൽ വേണ്ടി വരും. അതുകൊണ്ട് സെൻട്രലിലേക്ക് അയക്കണം. അതിനുശേഷം മാത്രം ആക്ച്വലി നമുക്ക് ബാക്കി ഫിസിക്കൽ ആക്ടിവിറ്റീസ് തുടങ്ങാൻ ആക്ച്വലി സാധിക്കും. ടെക്നോ പാർക്കിന്റെ 3 ഫേസുകൾ, തമ്പാനൂർ, സെക്രട്ടേറിയറ്റ്, മെഡിക്കൽ കോളേജ് എന്നിവിടങ്ങൾ ഉൾപ്പെടുന്ന ആദ്യഘട്ട അലൈൻമെന്റിനാണ് അംഗീകാരം നൽകിയത്. 8,000 കോടി ചെലവ് വരുന്ന തിരുവനന്തപുരം മെട്രോ 2028 ട്രാക്കിലാകുമെന്നാണ് സർക്കാരിന്റെ അവകാശവാദം. എന്നാൽ ഇത് വെറും തെരഞ്ഞെടുപ്പ് തള്ളാണോ എന്ന സംശയം ജനങ്ങൾക്കുണ്ട്. അത് മറികടക്കാൻ സർക്കാരിന്റെ ഇച്ഛാശക്തിയോടെയുള്ള തുടർ നടപടികളാണ് വേണ്ടത്. 24 തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ.
സീന മുഹമ്മദ് പറയുന്നു, പദ്ധതിക്ക് പ്ലാൻ ഇടുന്നതിനും കുറവില്ല, പക്ഷേ നടപ്പിൽ വരില്ല എന്ന കാര്യം ജോസ്വിൻ ജോസഫ് പറയുന്നു. കേരളത്തിൽ ഇലക്ഷൻ വരുമ്പോൾ റീടാറിംഗ്, പാലം പണി ഉദ്ഘാടനം എന്നിവയൊക്കെ നടക്കുന്നു. ഇതിനു മുമ്പ് ഈ അധികാരികൾ എവിടെയായിരുന്നു എന്ന ചോദ്യമാണ്. ആരിഫ് ഹാഷ്മി കളത്തൂർ പറയുന്നു, വർഷം തോറും തുടങ്ങുമെന്ന പ്രഖ്യാപനം, പത്രത്തിൽ ഫോട്ടോ, പിന്നെ നിശബ്ദത. മന്ത്രിമാർ വന്നു, മൈക്ക് പിടിച്ചു, സർവേ തുടങ്ങി എന്ന് പറഞ്ഞ് പോകും. ഇത് നടപ്പാവില്ല എന്ന കാര്യമാണ് ജോസ്വിൻ ജോസഫ് പറയുന്നത്. ഏതായാലും നമുക്ക് നോക്കാം, ഇത്തവണ തിരുവനന്തപുരം മെട്രോ നടപ്പാകുമോ ഇല്ലയോ, അതോ വെറും തെരഞ്ഞെടുപ്പ് സ്റ്റണ്ട് മാത്രമാണോ എന്ന കാര്യം. ഇപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വാർത്ത വരുന്നുണ്ട്. പാലക്കാട് നിന്ന് ഷംനയാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. പാതി പണി കഴിഞ്ഞ വീടിടിഞ്ഞ് സഹോദരങ്ങൾ മരിച്ചു എന്ന ദുഃഖകരമായ വാർത്തയാണിത്. പാലക്കാട് അട്ടപ്പാടി കരുവാരൂരിലാണ് സംഭവം. സഹോദരങ്ങളായ ആദി 7 വയസ്സാണ്, അജ്നേഷ് 4 വയസ്സ് എന്നിവരാണ് മരിച്ചത്. ബന്ധുവായ കുട്ടി 6 വയസ്സുള്ള അഭിനയയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റു എന്ന വിവരം കൂടി വരുന്നുണ്ട്. വളരെ ദാരുണമായ ഒരു വാർത്ത ഈ സായാഹ്നത്തിൽ ഇപ്പോൾ പ്രേക്ഷകരെ നമ്മയുമെല്ലാം തേടി എത്തിയിരിക്കുകയാണ്. പാലക്കാട് അട്ടപ്പാടി കരുവാരൂരിൽ പാതി പണി കഴിഞ്ഞ വീടിടിഞ്ഞു വീണ് സഹോദരങ്ങൾ മരിച്ചു. അതും വളരെ കുഞ്ഞു കുട്ടികളാണ്. 7 വയസ്സും 4 വയസ്സുമുള്ള 2 കുട്ടികളാണ്. ആദി, അജ്നേഷ് എന്നിവരാണ് മരിച്ചത് എന്ന കാര്യവും പാലക്കാട് നിന്ന് ആയിഷത്തുൽ ഷംന റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ വാർത്തയിലേക്ക് ഉടൻ തന്നെ എത്താം. ആയിഷത്തുൽ ഷംന ഉടൻ തന്നെ ഇതിൻ്റെ വിശദാംശങ്ങളുമായി എത്തിച്ചേരും. വളരെ ദാരുണമായ സംഭവമാണ്. സഹോദരങ്ങൾ പാതി പണി കഴിഞ്ഞ വീടിടിഞ്ഞ് മരിച്ചു എന്നത്. അട്ടപ്പാടി കരുവാരൂരിൽ ആണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. സഹോദരങ്ങൾ ആദിയും അജ്നേഷുമാണ് മരിച്ചത്. ഇപ്പോൾ ആയത്തുൽ ഷംന ടെലിഫോൺ ലൈനിലുണ്ട്. ഷംന, എന്താണ് ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ? ദിലീപ് കുമാർ, അല്പം മുമ്പാണ് ഈ ദാരുണമായ സംഭവം ഉണ്ടാകുന്നത്. അട്ടപ്പാടിയിലെ കരുവാര ഊരിലാണ് ഈ സംഭവം നടക്കുന്നത്. പണി പകുതിയായ വീടിന്റെ ചുമർ ഇടിഞ്ഞു വീണാണ് സഹോദരങ്ങളായ 7ഉം 4ഉം വയസ്സുള്ള 2 സഹോദരങ്ങൾ മരിച്ചത്. ആദി, അജ്നേഷ് എന്ന സഹോദരങ്ങളാണ് മരിച്ചത്. ഒപ്പം തന്നെ ബന്ധുവായ അഭിനയ എന്ന 6 വയസ്സുകാരിക്കും പരിക്കേറ്റിട്ടുണ്ട്. സാരമായി തന്നെ പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. പണി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വീടായിരുന്നു. അതിനിടയ്ക്ക് ആണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടാകുന്നത്. ഇതിന്റെ മറ്റു കാരണങ്ങൾ, ഈ ബലക്കുറവാണോ, എന്താണ് സംഭവിച്ചത് എന്നുള്ള അതടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിച്ചു വരികയാണ്. എന്തായാലും ഈ കുട്ടികളെ ഇപ്പോൾ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഈ ഗുരുതരമായി പരിക്കേറ്റ കുട്ടിയടക്കം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ദിലീപ് കുമാർ, വളരെ ദുഃഖകരമായ ഒരു വാർത്തയാണ് പാലക്കാട് നിന്ന് വരുന്നത്. പാതി പണി കഴിഞ്ഞ വീടിടിഞ്ഞ് സഹോദരങ്ങൾ മരിച്ചു എന്ന കാര്യം പാലക്കാട് അട്ടപ്പാടി കരുവാരൂരിൽ നിന്നാണ് ഈ ദുഃഖകരമായ വാർത്ത ഇപ്പോൾ പ്രേക്ഷകരെ തേടിയെത്തിയിരിക്കുന്നത്. പൊതുജനം കഴുതയല്ല സാർ തുടരുകയാണ്. മറ്റൊരു സുപ്രധാന വിധി ഇന്നലെ സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു. അത് തെരുവുനായകളെ പിടികൂടി ഷെൽട്ടറുകളിലാക്കാനുള്ള ഉത്തരവാണ് സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം പുറപ്പെടുവിച്ചത്. കേരളത്തിലെ ചില സംഭവങ്ങളും ഉത്തരവിൽ കോടതി പറഞ്ഞിരുന്നു. തെരുവുനായ്ക്കളുടെ കടിയേൽക്കുന്നവരിൽ അധികവും വഴിയാത്രക്കാരായ കുട്ടികളും സ്ത്രീകളുമാണ്. തെരുവുനായ പ്രശ്നത്തിൽ എന്തു പരിഹാരമാണ് കാണാൻ പോകുന്നതെന്ന് സംസ്ഥാന സർക്കാർ വ്യക്തമാക്കേണ്ടത് അനിവാര്യമാണ്. നായശല്യത്തെക്കുറിച്ച് പരാതി പറഞ്ഞവരോട് അവയെ തല്ലിക്കൊല്ലൂ എന്നായിരുന്നു ഒരു മന്ത്രിയുടെ മറുപടി. കൊല്ലത്ത് നിന്ന് അരുൺരാജ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. പട്ടിയെ പിടിച്ച് പിന്നെ പട്ടി മരിച്ച് ഇവിടെ കിടപ്പുണ്ട്. അല്ല, പരിശോധിക്കണ്ടായ അന്നേരം പിന്നെ പേ ഉണ്ടോന്ന് പരിശോധിക്കണ്ടായ പട്ടിക്ക്? തെരുവുനായ ശല്യം രൂക്ഷമായതിനെ തുടർന്ന് പ്രശ്നപരിഹാരത്തിനായി മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രിയെ വിളിച്ച ഒരു ജനപ്രതിനിധിക്ക് ലഭിച്ച മറുപടിയാണിത്. തെരുവുനായ ശല്യത്താൽ മന്ത്രിയും ബുദ്ധിമുട്ടിലാണെന്ന് ചുരുക്കം. തെരുവുനായ ശല്യം പരിഹരിക്കാൻ കോടികൾ ചിലവഴിച്ചു എന്ന കണക്കുകളിലൂടെ മേലുനടിക്കുന്ന നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ ഒരിക്കലെങ്കിലും നമ്മുടെ തെരുവുകളിലേക്ക് നോക്കണം. ഭയത്തോടെയാണ് ജനം അവിടെ നടക്കുന്നത്. ഏതു നിമിഷവും പേടിപ്പെടുത്തുന്ന രീതിയോടെ പാഞ്ഞെടുക്കുന്ന തെരുവുനായ്ക്കൾ തെരുവുകളെ കീഴടക്കിയിട്ട് നാളുകൾ ഏറെയായിരിക്കുന്നു. ജില്ലയിൽ 1 ലക്ഷത്തിനടുത്ത് തെരുവുനായ്ക്കളുണ്ടെന്നാണ് കണക്ക്. രാത്രികളിൽ ഇറങ്ങി നടക്കാനോ ഇരുചക്ര വാഹനങ്ങളിൽ സഞ്ചരിക്കാനോ സാധിക്കാത്ത വിധം മിക്കയിടങ്ങളിലും തെരുവുനായ ശല്യം ഇന്ന് രൂക്ഷമാണ്. തെരുവുനായ്ക്കളുടെ ശല്യം കാരണം ഈ ആശ്രാമം ഗ്രൗണ്ടിൽ പോലും നടക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആയിരിക്കുകയാണ് ഇവിടുത്തെ കൊല്ലം ജില്ലയിലെ മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ഉള്ളത്.
അവരുടെ സ്വന്തം ജില്ലയിൽ പോലും ഒരു ഷെൽട്ടർ പോലും പണിയാൻ പറ്റാത്ത കഴിവുകേട്ട ഒരു മന്ത്രിയാണ് ഇവിടെ ഉള്ളത്. പൊതുയിടങ്ങളിൽ നിന്ന് തെരുവുനായ്ക്കളെ എത്രയും പെട്ടെന്ന് നീക്കം ചെയ്യണമെന്നും ഷെൽട്ടർ ഹോമുകളിൽ പാർപ്പിക്കണമെന്നും തെരുവുനായ പ്രശ്നത്തിൽ സുപ്രീം കോടതി വ്യക്തമാക്കുമ്പോഴും കൊല്ലം ജില്ലയിൽ ഇനിയും ഒരു ഒറ്റ ഷെൽട്ടർ ഹോം പോലുമില്ല. തെരുവുനായ ശല്യത്തിന് പരാതി ആരോട് പറയുമെന്ന് പരിതപിക്കുകയാണ് പൊതുജനം. ഞങ്ങൾക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്. അത് വിദ്യാർത്ഥികളായാലും ശരി, വീട്ടമ്മമാർക്കായാലും ശരി. നമുക്ക് ഇപ്പൊ എവിടെ നോക്കിയാലും നമുക്ക് തെരുവ് നായ്ക്കൾ കൂട്ടമായിട്ട് വന്ന് ആക്രമിക്കാൻ നടക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പൊ നിലവിലുള്ളത്. ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കുരിയോട്ടുമലയിൽ ABC ആനിമൽ ബർത്ത് കൺട്രോൾ സെന്ററിനൊപ്പം ഷെൽട്ടർ ഹോമിന്റെ നിർമ്മാണം കൂടി തുടങ്ങിയിട്ട് നാളുകൾ ഏറെയായി. പക്ഷേ പണി പൂർത്തിയായിട്ടില്ല. കൊല്ലം കോർപ്പറേഷനിലോ കൊട്ടാരക്കര, കരുനാഗപ്പള്ളി, പുനലൂർ, പരവൂർ നഗരസഭകളിലോ ഇതുവരെ ഷെൽട്ടർ ഹോമുകൾ നിർമ്മിച്ചിട്ടില്ല. സംസ്ഥാനത്ത് ഏറ്റവും അധികം തെരുവ് നായ്ക്കളെ വന്ധീകരണം ചെയ്ത കോർപ്പറേഷനാണ് കൊല്ലം കോർപ്പറേഷൻ. ആ കൊല്ലം കോർപ്പറേഷനിൽ പക്ഷേ തെരുവ് നായ്ക്കളെ സംരക്ഷിക്കാൻ ഒരു ഷെൽട്ടർ ഹോം പോലും ഇല്ല എന്നുള്ളതാണ് പരിഹാസകരമായ കാര്യം. പഞ്ചായത്ത് തലത്തിൽ ഇത് സംബന്ധിച്ചുള്ള ആലോചനകൾ പോലും കുറവാണ്. സംസ്ഥാനത്ത് തെരുവുനായ ശല്യം അതിരൂക്ഷമാകുമ്പോഴും സർക്കാർ സംവിധാനങ്ങൾ നോക്കൂത്തിയാകുന്നുവെന്നാണ് ജനത്തിന്റെ ആക്ഷേപം. കൊല്ലം ജില്ലയിൽ കോർപ്പറേഷന്റെ കീഴിൽ അഞ്ചാലുമൂട്ടിലും പുന്തലത്താഴത്തും മാത്രമാണ് 2 ABC സെന്ററുകൾ നിലവിലുള്ളത്. തെരുവുനായ ശല്യം കാരണം കുട്ടികളെ വീട്ടിൽ അടച്ചിട്ട് വളർത്തേണ്ട അവസ്ഥയിലാണെന്നാണ് ഒരമ്മയുടെ വാക്കുകൾ. ഞാനും ഒരു അമ്മയാണ്. എനിക്കും ഒരു മോനുണ്ട്. എനിക്ക് ഒരു മോൻ മാത്രമല്ല, ഈ കാണുന്നവർ മൊത്തം നമ്മുടെ പിള്ളേരൊക്കെയാണ്. പക്ഷേ ഇവിടെ ഈ തെരുവുനായെ കൊണ്ട് കൂടുതലും ശല്യങ്ങളാണ്. ഇപ്പം നമ്മൾ തന്നെ കുഞ്ഞുങ്ങളെ വിടുമ്പോൾ ഓരോന്ന് നമുക്ക് പേടിയാണ്. കുഞ്ഞുങ്ങളെ വിടുമ്പോൾ തന്നെ ഈ പുറമെ തന്നെ അമ്മമാരെ എടുത്തിട്ട് ഓട്ടിക്കുന്നത്. എനിക്കും കടി വരെ കിട്ടാനുള്ള സാധ്യത ഒരുപാട് വന്നിട്ടുണ്ട്. അധികാരികൾ ഇത് ഒന്ന് കണ്ണു തുറന്ന് കാണേണ്ടതാണ്. തെരുവുനായ്ക്കൾ പെറ്റുപെരുകി നാടിനും നാട്ടാർക്കും ഭയം ജനിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ സർക്കാർ യാതൊന്നും ചെയ്യാതെ നോക്കുകുത്തിയായി നിൽക്കുകയാണ്. സർക്കാർ നിസ്സംഗത പാലിക്കുന്നത് മൂലം ദുരിതമനുഭവിക്കുന്നത് സാധാരണക്കാരായ ജനങ്ങളാണ്. തെരുവിൽ അലഞ്ഞു നടക്കുന്ന നായ്ക്കളെ പിടികൂടി ഒഴിപ്പിക്കൽ നടപടികൾ ചെയ്യാത്തിടത്തോളം കാലം അവ അക്രമം തുടർന്നുകൊണ്ടേയിരിക്കും. നാൾക്കുനാൾ തെരുവുനായ പ്രശ്നം രൂക്ഷമാകുമ്പോഴും അധികാരികൾ കണ്ടില്ലെന്നടിക്കുകയാണ് പ്രശ്നം. ആരോടാണ് സാർ പൊതുജനം ഇനി പരാതി പറയേണ്ടത്? എത്ര ജീവനുകൾ ഇനിയും പൊലിയണം ഈ വിഷയത്തിൽ അധികാരികളുടെ കണ്ണു തുറക്കാൻ? കൊല്ലത്തുനിന്ന് അരുൺ രാജ്, 24. പൊതുജനം കഴുതയല്ല സാർ. കൊല്ലം ജില്ലയിലെ വിളക്കുടിയിൽ തെരുവുനായയുടെ കടിയേറ്റ് 7 വയസ്സുകാരി മരിച്ചത് ഈ വർഷം മെയ് 5-നാണ്. തെരുവുനായയുടെ കടിയേറ്റത് മാത്രമല്ല, വാക്സിൻ എടുത്തതിലുൾപ്പെടെയുണ്ടായ സർക്കാർ സംവിധാനങ്ങളുടെ ഗുരുതരമായ പിഴവാണ് നിയ ഫൈസലിന്റെ ജീവനെടുത്തത്. 6 മാസങ്ങൾക്കിപ്പുറം ആ കുടുംബത്തിനും ആ പ്രദേശത്തിനും എന്തെങ്കിലും സുരക്ഷിതത്വം ഉറപ്പായോ എന്ന് അന്വേഷിക്കുകയാണ് സലിം മാലിക്. ഞാൻ ഈ നിൽക്കുന്ന സ്ഥലത്ത് വെച്ചാണ് നിയ ഫൈസൽ എന്ന പൊന്നോമന തെരുവുനായയുടെ കടിയേറ്റ് മരിച്ചത്. മാലിന്യ നിക്ഷേപവും അതിനെ തുടർന്നുള്ള തെരുവുനായ ശല്യവുമായിരുന്നു ആ അപകടത്തിൻ്റെ കാരണം. മാസം 6 പിന്നിട്ടിട്ടും ഇവിടെ അതിനുശേഷമുള്ള ഒരേയൊരു മാറ്റം ഇങ്ങനെയൊരു CCTV ഇവിടെ സ്ഥാപിച്ചു എന്നത് മാത്രമാണ്. അതും വെറും ഒരാഴ്ച മുൻപ് മാത്രം. നിയ ഫൈസലിന്റെ മാതാവ് ഹബീറയുടെ സന്തോഷകരമായ ജീവിതം മാറി. കണ്ണീരുണങ്ങാത്ത കാലം വന്നു. പിന്നെ ഉണ്ടായ ആകെ മാറ്റം ആദ്യം പറഞ്ഞ CCTV ആണ്. മാലിന്യ നിക്ഷേപം ഇപ്പോഴും തുടരുകയാണ്. പരാതികൾ പലതായപ്പോൾ കഴിഞ്ഞ ദിവസം മാത്രമാണ് അങ്ങനെയൊരു മാറ്റം. തെരുവുനായയുടെ ശല്യത്തിന് ഒരു കുറവുമില്ല. പ്രദേശത്തെ കാർഡെടുക്കാൻ പോലും നടപടിയുമില്ല. മോള് മരിച്ചു ഒരാഴ്ച ആയില്ല. അതിനു മുന്നേ ആ വേസ്റ്റ് ഡീൽ അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോഴും പട്ടികളുണ്ട്. CCTV ഇപ്പോൾ ഒരാഴ്ചയായില്ല ഇപ്പോൾ കൊണ്ടുവന്ന് ഇവിടെ വെച്ചേക്കുന്നു. അത് വർക്കിംഗ് ആണോ ഇല്ലയെന്നൊന്നും അറിയാൻ വയ്യ. അന്ന് മോള് മരിച്ച് ഇപ്പോൾ 6 മാസം, ഇത് 7ാമത്തെ മാസം തുടങ്ങുക. ഇന്ന് വരെ ഒരു മനുഷ്യൻ വിളിച്ചിട്ട് എന്താണെന്ന് ചോദിക്കുകയോ എടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ആരെടുത്താൽ നമ്മൾ പരാതി പറയണ്ടേ? ഇപ്പം ഞാൻ ഒരാഴ്ച മുന്നേ കേസ് കൊടുത്തു. അതിനും സ്റ്റേഷനിൽ നിന്ന് പോലും ഇതുവരെ വിളിച്ചിട്ടില്ല. രാത്രിയായാൽ തെരുവുനായ ശല്യം രൂക്ഷമാകും. പട്ടാപ്പകൽ നമ്മൾ എത്തിയപ്പോഴും തെരുവുനായയെ കാണാമായിരുന്നു. സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഒരു ആനുകൂല്യവും ലഭിച്ചില്ല. വാക്സിൻ എടുത്തതിലെ ഗുരുതരപ്പിഴവിൽ സർക്കാരിന് ഉത്തരവാദിത്തമില്ലാത്ത മട്ടാണ്. ഇനിയൊരമ്മയ്ക്കും ഈ ഗതി വരാതിരിക്കാൻ ഹബീറ തെരുവുനായ ശല്യത്തിനെതിരായ സംസ്ഥാനതല പോരാട്ടത്തിനൊപ്പമുണ്ട്. തെരുവുനായ്ക്കളെ നിർമ്മാർജ്ജനം ചെയ്യാൻ കൊല്ലം ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കുരിയോട്ടുമലയിൽ ABC സെന്റർ നിർമ്മാണം പുരോഗമിക്കുന്നുണ്ട്. 2025 ഈ വർക്ക് ആരംഭിച്ചിട്ടുണ്ട്. ഏകദേശം 40% വർക്ക് ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഏപ്രിൽ 2026 ഇതിൻ്റെ പണി പൂർത്തീകരിച്ച്
പ്രവർത്തനം സജ്ജമാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. സമീപ പ്രദേശങ്ങളിലുള്ള തെരുവ് നായ്ക്കളെ വന്ധ്യീകരിക്കാനും കൂടുതൽ ആക്രമണ സ്വഭാവമുള്ള തെരുവ് നായ്ക്കളെ നമുക്കവിടെ സൂക്ഷിക്കാനുള്ള സജ്ജീകരണങ്ങൾ ഉൾപ്പെടെയുള്ള ഒരു സിസ്റ്റമാണ് നമ്മളിവിടെ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. സുപ്രീം കോടതിയുടെ വരെ ഇടപെടലുണ്ടായി. ഇനിയും എത്ര ജീവൻ പോയാലാണ് ഉത്തരവാദിത്തപ്പെട്ടവർ ഉണരുന്നത്? ഒരു തുള്ളി ശ്വാസം ഒന്ന് തളർന്ന് കിട്ടിയാൽ മതി, ഞാൻ ജീവിതകാലം മൊത്തം നോക്കിക്കോളാന്ന് വിചാരിച്ചിട്ട് പെരക്കകത്ത് ഉറങ്ങിക്കിടക്കുന്ന കുഞ്ഞിനെ കയറി കടിച്ചു. എല്ലാരും വാതാരാതെ പറയുന്നല്ല, പുറത്തു പോയ പട്ടി കിടക്കുന്ന ആ കുഞ്ഞ് പെരക്കകത്ത് കിടന്ന് ഉറങ്ങിയ കുഞ്ഞിനെ കയറി കടിച്ചു. ക്യാമറമാൻ രാജ്കിരണിനൊപ്പം സലീം മാലിക്, 24 കൊട്ടാരക്കര. പൊതുജനം കഴുതയല്ല സാർ. ഇനിയൊരു പൊതുജനം കഴുതയല്ല സാർ ഇമ്പാക്റ്റ് ആണ്. പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ ചികിത്സാ പിഴവിനെ തുടർന്ന് വലത് കൈ മുറിച്ചു മാറ്റിയ 9 വയസ്സുകാരിക്ക് സർക്കാർ സഹായം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും 2 ലക്ഷം രൂപയാണ് അനുവദിച്ചത്. ചികിത്സയ്ക്കുള്ള പണം പോലും കണ്ടെത്താൻ കഴിയാത്ത കുടുംബത്തിൻ്റെ ദുരവസ്ഥ ഇന്നലെ 24 വാർത്തയാക്കിയിരുന്നു. ഇതേ തുടർന്നാണ് ഇപ്പോൾ സർക്കാരിൻ്റെ തന്നെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നു. ഈ കുട്ടിക്ക് 2 ലക്ഷം രൂപ സഹായം നൽകുന്നതിനാണ് സർക്കാർ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷേ ഈ 2 ലക്ഷം രൂപ കൊണ്ടൊന്നും ആ കുട്ടിയുടെ നഷ്ടപ്പെട്ട വലത് കൈയാണ്. അത് ജീവിതത്തിൽ ഇനി എത്രയോ കാലം സഞ്ചരിക്കേണ്ടതാണ്. അതുകൊണ്ട് വളരെ തുച്ഛമായൊരു തുക മാത്രമേ ഈ 2 ലക്ഷം എന്നതാകുന്നുള്ളൂ. സർക്കാർ കൂടുതൽ ഇക്കാര്യത്തിൽ സഹായം നൽകണം. ചികിത്സ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് കൂടുതൽ അനുകൂലമായ സമീപനം, വിദഗ്ധ ചികിത്സ നൽകുന്നതിനടക്കം ഉണ്ടാകണം എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. മറ്റൊരു വാർത്തയിലേക്കാണ്. കേരളത്തിൽ കോൺഗ്രസും CPIM-ഉം നേർക്കുനേർ പോരാട്ടമാണ്. കേരൾ മേം ഗുസ്തി, ദില്ലി മേം ദോസ്തി എന്ന വിശേഷണം ഇരു പാർട്ടികൾക്കും നൽകിയത് മുൻ ഉപരാഷ്ട്രപതി വെങ്കയ്യ നായിഡുവാണ്. അദ്ദേഹം BJP നേതാവായിരിക്കെയാണ് ഈ പരാമർശങ്ങൾ നടത്തിയിരുന്നത്. എന്നാൽ കേരളത്തിലും 2 പാർട്ടികളും ദോസ്തി അഥവാ ചങ്ങാതിമാരായ ഒരു സ്ഥലമുണ്ട്. അവിടെ നിന്നും സമീർ ബിൻ കരീം തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. മുസ്ലിം ലീഗിന്റെ തറവാടായ മലപ്പുറത്ത് പൊന്മുണ്ടം പഞ്ചായത്തിൽ കോൺഗ്രസിന്റെ നീക്കം. CPIM സഖ്യം. പാരമ്പര്യ രാഷ്ട്രീയ ബന്ധങ്ങൾ തകർത്തെഴുതി കോൺഗ്രസ് CPM സഖ്യം തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിനൊരുങ്ങുന്നു. അതൃപ്തിയോടെ മുസ്ലിം ലീഗ് കോൺഗ്രസിന് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. വർഷങ്ങളായി മുസ്ലിം ലീഗും കോൺഗ്രസും മലപ്പുറം ജില്ലയിലെ പൊന്മുണ്ടം പഞ്ചായത്തിൽ ഒന്നിച്ചു പോവാറില്ല. കോണി പിടിക്കാൻ കൈനീട്ടാത്ത സ്ഥിതി. ഇത്തവണ UDF മുന്നണിയില്ല എന്ന് മാത്രമല്ല, കോൺഗ്രസ് CPIM-മായി സഖ്യമുണ്ടാക്കിയിരിക്കുകയാണ്. കോൺഗ്രസ് 11 സീറ്റിലും CPIM 5 സീറ്റിലും മത്സരിക്കാനാണ് ധാരണ. 2 സീറ്റ് ടീം പൊന്മുണ്ടം എന്ന കൂട്ടായ്മയ്ക്ക് നൽകും. 16-അംഗ നിലവിലെ പഞ്ചായത്ത് ഭരണസമിതിയിൽ മുസ്ലിം ലീഗിന് 12ഉം കോൺഗ്രസിന് 4 അംഗങ്ങളാണുള്ളത്. സീറ്റ് ചർച്ചയിൽ ഇത്തവണ കോൺഗ്രസ് ആവശ്യപ്പെട്ടത് പകുതി സീറ്റുകൾ, 2.5 കൊല്ലം പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനവും. ഇത് രണ്ടും തള്ളിയ ലീഗ് നേരത്തെ ജയിച്ച 4 സീറ്റുകളും അധികമായി വന്നതിൽ 1 സീറ്റും കോൺഗ്രസിന് നൽകാമെന്ന് വാഗ്ദാനം ചെയ്തു. മുൻകാലങ്ങളിൽ കോൺഗ്രസ് പാർട്ടി 2 തവണയായി പഞ്ചായത്ത് ഭരിച്ച മികച്ചൊരു ഭരണ മാതൃക കോൺഗ്രസ് പാർട്ടിക്ക് ജനങ്ങൾക്ക് മുമ്പിലൂടെ വിശദീകരിക്കാനുണ്ട്. അത്തരമൊരു മാതൃക ഒരു ഓൾട്ടർനേറ്റീവായി പൊതുജനങ്ങളും സാധാരണ ജനങ്ങളും കാണുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും അത് കോൺഗ്രസ് അവരുടെ ഒരു ചോയ്സായി മാറും എന്നതിനപ്പുറത്തേക്ക് ഔദ്യോഗികമായി മറ്റേതെങ്കിലും പാർട്ടികളുമായി ഒരു സഖ്യവും UDF-ന് പുറത്തുള്ള പാർട്ടികളുമായി അത്തരത്തിലുള്ള സഖ്യത്തെക്കുറിച്ചൊന്നും ഈ പോയിന്റിൽ പറയാൻ കഴിയില്ല. കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറിയും ബ്ലോക്ക് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ഉൾപ്പെടെയുള്ളവർ കയ്യരിവാൾ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥികളാകും. CPIM ഏരിയ കമ്മിറ്റി അംഗങ്ങളെയും ലോക്കൽ സെക്രട്ടറി അടക്കമുള്ള നേതാക്കളെയും ഇതേ സഖ്യത്തിൽ മത്സരിപ്പിക്കാൻ CPIM-ഉം തീരുമാനിച്ചിട്ടുണ്ട്. CPM-ന്റെ നിലയ്ക്ക് പൊന്മുണ്ടം പഞ്ചായത്തിനകത്തെ മതേതര സമൂഹത്തെ കൂട്ടിച്ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകും. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ കോൺഗ്രസ് CPIM സഖ്യം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ താനൂരിൽ പ്രതിസന്ധിയുണ്ടാക്കുമോ എന്ന ആശങ്ക ലീഗ് നേതൃത്വത്തിനുണ്ട്. പൊന്മുണ്ടത്തെ CPIM സഖ്യം ഉപേക്ഷിച്ചില്ലെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കോൺഗ്രസ് മത്സരിക്കുന്ന നിയോജക മണ്ഡലങ്ങളിൽ പ്രതിസന്ധിയുണ്ടാകുമെന്ന് മുസ്ലിം ലീഗ് മുന്നറിയിപ്പ് നൽകുന്നു. നമ്മുടെ പ്രവർത്തകർ 2 വിഭാഗത്തിൽപ്പെട്ട നമ്മുടെ കോൺഗ്രസിൻ്റെ പ്രവർത്തകരും മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകരും ഇത് ഒന്നിച്ച് പോകണം എന്ന് ആഗ്രഹിക്കുന്ന നല്ലൊരു വിഭാഗം ആൾക്കാർ ഇവിടെ ഉണ്ട്. പക്ഷേ അതിന് ഈ പറഞ്ഞ നേതൃത്വമാണ്, മേൽഘടത്തിലുള്ള ഈ പ്രധാനപ്പെട്ട നേതാക്കന്മാരാണ് ഇതിന് വിഘാതം സൃഷ്ടിക്കുന്നത്. പക്ഷേ അതിന് നമുക്ക് കഴിഞ്ഞ ദിവസം ഞാൻ മീഡിയയിലോട്ട് തന്നെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, ബന്ധപ്പെട്ട കോൺഗ്രസിൻ്റെ ജില്ലാ നേതൃത്വമൊക്കെ ഇതിൽ ഇടപെടണം എന്ന് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇത് സത്യത്തിൽ ഒരു മീഡിയേറ്റർ സംവിധാനം ഇല്ലാതെ പോയതാണ്. ഈ ഒരു സംവിധാനം ഇവിടെ ഇല്ലാതെ, മീഡിയേറ്റർ സംവിധാനം നിൽക്കേണ്ടത് ഈ പറഞ്ഞ ആളുകളാണ്. അവരിത് വേണ്ടാന്ന് മുൻകൂട്ടി തീരുമാനിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. CPIM സഖ്യവുമായി മുന്നോട്ടു പോകാനാണ് തീരുമാനമെങ്കിൽ പാർട്ടി ഭാരവാഹികൾക്കെതിരെ നടപടിയെടുക്കാനാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ തീരുമാനം. പൊന്മുണ്ടത്ത് UDF-നകത്ത് മുൻകാലങ്ങളിലും ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് നമ്മുടെ ജില്ലയിൽ
മുൻകാലത്തും അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ ഒരു പഞ്ചായത്ത് തുടർച്ചയായിട്ടുണ്ടാകുന്ന പൊന്മുണ്ടം പഞ്ചായത്തിലാണ്. ബാക്കി പഞ്ചായത്തൊക്കെ UDF ആകുമ്പോൾ അവിടെ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇപ്പോൾ തെരഞ്ഞെടുപ്പിലേക്ക് പോയിട്ടില്ല, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ടില്ല, ചർച്ചകളെ നടക്കുന്നുള്ളൂ. ഞങ്ങൾ ജില്ലാ തലത്തിലേക്കുള്ള ഒരു ചർച്ചയുടെ ഭാഗമായിട്ട് പൊന്മുണ്ടം ഇതുവരെ വന്നിട്ടില്ല. പിന്നെ അതിനു മുമ്പ് തന്നെ CPM ആയിട്ട് ധാരണ ഉണ്ടാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരിക്കലും CPM ആയിട്ട് കോൺഗ്രസ് ധാരണ ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം ഒരു കാരണവശാലും ഉണ്ടാവില്ല. അവിടെ പ്രാദേശികമായിട്ട് ചർച്ച പൂർത്തീകരിച്ച് UDF ആയിട്ടില്ലെങ്കിൽ ഞങ്ങളത് ജില്ലാ തലത്തിൽ ചർച്ച ചെയ്ത് UDF ആകുന്നതിന് വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും നടത്തും. നടപടി ഒഴിവാക്കാൻ അവസാനവട്ട ചർച്ച നടത്തും. അനുനയത്തിനും അച്ചടക്കത്തിന്റെ വാളിനും മെരുക്കാനാവാത്തവരാണ് പൊന്മുണ്ടത്തെ കോൺഗ്രസുകാരെന്നത് മറ്റൊരു കാര്യം. ഇപ്പോഴത്തേത് കേവലം പ്രാദേശിക ധാരണ മാത്രമാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പിന്നീട് വലിയ പൊളിറ്റിക്കൽ എഫക്റ്റ് ഉണ്ടാകുമോ എന്നുള്ളതാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യം. ക്യാമറമാൻ മുനീഫ് തിരൂരിനൊപ്പം സമീർ ബിൻ കരീം, 24 തിരൂർ. പൊതുജനം കഴുതയല്ല സാർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.